ഹായ് ഓൾ, KPS ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണ്. ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ശ്രീകാന്ത് സച്ചിയോട് പറയാണ്, ഏട്ടത്തിയോട് മിണ്ടിയില്ലെങ്കിൽ പിന്നെ ഈ ജന്മം ഞാൻ ഏട്ടനോട് മിണ്ടില്ല. ചെറുപ്പം മുതലേ നീ എന്നെ ഇത് പറഞ്ഞാണല്ലോ വീഴ്ത്തുക. ശരി, ഞാൻ അവളെയും കൂട്ടി വരാം. നല്ല ഏട്ടൻ. ശ്രീകാന്ത് ഏട്ടനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. എന്നിട്ട് പറയാണ്, അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കാണാം. സച്ചി രേവതി തന്നെ കുറച്ച് സമയമായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് രേവതിയോട് ചോദിക്കുക എന്തെടുക്കാന്ന്. അപ്പോൾ രേവതി പറയാണ്, ഞാൻ ദോശ ഇടുക. അവൾ ഡ്രസ്സ് മടക്കി വെക്കുകയായിരുന്നു. കാണുന്നില്ലേ സാരി മടക്കി വെക്കുന്നത്? മടക്കി വെച്ചത് മതി. ഇറങ്ങാൻ നോക്ക്, ഡ്രസ്സ് മാറ്റ്. ഞാനെന്തിനാ ഇറങ്ങണം? നീ എന്താ ഒന്നും അറിയാത്തതുപോലെ? നിന്നോട് പറഞ്ഞതല്ലേ. പാർട്ടിയുടെ കാര്യം ശ്രീകാന്ത് വിളിച്ച് പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. എന്നിട്ടാണോ ഇറങ്ങാതിരിക്കുന്നത്? പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്, വൈകിക്കണ്ട. അത് കപ്പിൾസിനുള്ള പാർട്ടിയാണ്. അതിന് ഞാനെന്ത് ചെയ്യണം? ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടി. നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിയും പോകുന്നുണ്ട്. നമ്മളെന്തിനാ പോന്നേ? നമ്മൾ ഭാര്യയും ഭർത്താവുമാണോ? സച്ചി പറയാണ്, നാട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നത്. അപ്പോൾ രേവതി, അവരൊക്കെ അങ്ങനെ പറയും, അവർക്ക് സത്യം അറിയില്ലല്ലോ. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ലല്ലോ, അന്യരെ പോലെയാണല്ലോ കഴിയുന്നത്. ഞാനെങ്ങോട്ടുമില്ല. അപ്പോൾ സച്ചി പറയാണ്, നമ്മൾ പോയില്ലെങ്കിൽ ശ്രീകാന്തിന് വിഷമാവും. നിന്നെയും കൂട്ടി ചെന്നില്ലെങ്കിൽ അവൻ എന്നോട് പിണങ്ങും. അപ്പം രേവതി പറയാണ്, എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ അത് ഭാര്യ ഭർത്താക്കന്മാർക്കുള്ള പാർട്ടിയാണെന്ന്. സച്ചി ഒടുക്കം പറയാണ്, നിൻ്റെ കെട്ടിയോനെ പറയുന്നത്. വാ, നമുക്ക് പോയിട്ട് വരാം. അവൾക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. എന്നിട്ട് ചിരിച്ചുകൊണ്ട് നോക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, നിൻ്റെ കോഴിമുട്ട പോലത്തെ കണ്ണ് ഉരുട്ടി കാണിക്കാതെ ഇറങ്ങാൻ നോക്ക്, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. അവൾ കുറച്ച് സാരി എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഒന്ന് നിന്നെ, ഇതിൽ ഏത് സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത്? അപ്പോൾ സച്ചി പറയാണ്, അത് ശരി, ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണോ വരാതിരുന്നത്? പറയേ, ഇതിലേതെടുക്കണം? നിനക്കിഷ്ടമുള്ളത് എടുത്തോ. പിന്നെ അവനൊരു സാരി തിരിച്ചു വന്ന ഒരു സാരി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെടുത്തോ, ഇത് നല്ല കളറാണ്, അത് നിനക്ക് നന്നായിട്ട് ചേരും. പിന്നെ കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിലാണ്. ശ്രീകാന്ത് ഓരോരോ ഐറ്റം റെഡിയാക്കിയിട്ട് കൊണ്ടേക്കുവാണ്. അപ്പോൾ ശ്രുതിയും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. ശ്രീകാന്തെ എന്ന് വിളിച്ചപ്പോൾ ശ്രീകാന്ത് വാ ഇരിക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയെയും അവിടെ ഇരുത്തി. അപ്പോൾ ശ്രുതി പറയാണ്, റെസ്റ്റോറൻറ്റ് കൊള്ളാം ശ്രീകാന്ത്, നല്ല അറ്റ്മോസ്ഫിയർ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നിങ്ങളിരിക്കുക, ഞാനിതാ വരുന്നു. കൊള്ളാം അല്ലേ? ശ്രുതി പറയാം. അപ്പോൾ ശ്രുതി, നൈസ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും അങ്ങോട്ടേക്ക് വന്നു. രേവതി പറയാണ്, ഇതുപോലുള്ള വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. ഞാൻ ഒരുപാട് പേരെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഞാനിതുവരെ ഇവിടെ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഇവിടെ ഒരു നേരം കയറിയിട്ട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ 2 നേരം കാർ ഓടിക്കുന്ന പൈസ വേണം. പേടിക്കണ്ട, ശ്രീകാന്ത് വിളിച്ചിട്ട് വന്നതാണല്ലോ, അവൻ്റെ വകയാണല്ലോ ഈ പാർട്ടി. രേവതി പറയാം. അപ്പോഴാണ് സച്ചിയുടെ ശ്രദ്ധയിൽ ശ്രുതിയെയും പെട്ടത്. അപ്പോൾ അവരും ഇങ്ങോട്ട് കണ്ടു. സച്ചി മടിച്ചാണെങ്കിലും ശ്രുതിയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, അല്ല നിങ്ങളെന്താ ഇവിടെ? അപ്പോൾ സച്ചി പറയാണ്, എല്ലാവരും ഇവിടെ എന്തിനാണ് വരുന്നത്? ഭക്ഷണം കഴിക്കാൻ. അത് ചോദിക്കാനുണ്ടോ? നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനോ? അപ്പോൾ സച്ചി പറയാണ്, നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾക്കും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. ശ്രുതി പറയാണ്, ഇത് ഹൈ ക്ലാസ്സിനുള്ളതാണ്. ഇവിടുത്തെ ഒരു നേരത്തെ ബില്ല് എത്രയാണെന്നറിയോ? വേഗം വിട്ടോ, അല്ലെങ്കിൽ കാശ് കൊടുക്കാനില്ലെങ്കിൽ ഇവിടുത്തെ അടുക്കള പണി എടുക്കേണ്ടി വരും. ശ്രുതി അതും പറഞ്ഞ് ശ്രുതിയെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, എടാ, തൽക്കാലം ഞാൻ നിന്നെ നാണം കെടുത്തുന്നില്ല. നിന്നെ നാണം കെടുത്തി എനിക്ക് മതിയായി. ഹൈ ക്ലാസ്സുകാരെ, ഞങ്ങളിവിടെ ഒന്ന് ഇരുന്നോട്ടെ. രേവതി അങ്ങോട്ടിരിക്കുക. അപ്പോൾ രേവതി പറയാണ്, ശ്രീകാന്ത് വിളിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ. ശ്രുതി ചോദിക്കുക, ശ്രീകാന്ത് വിളിച്ചിട്ടോ? ശ്രീകാന്ത് ഫുഡും കൊണ്ട് വന്നിട്ട് പറയാണ്, സച്ചേട്ടാ. അപ്പോൾ ശ്രുതി, ശ്രീകാന്ത് ഇവരെ വിളിച്ച കാര്യം നീ ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. ഇത് ഫാമിലി ഗെറ്റ് ടുഗെദറാ ഏട്ടാ, ഞാൻ ഇവരെയും വിളിച്ചിരുന്നു. ശ്രുതി പറയാം, ഞങ്ങൾ കരുതി നീ മാത്രമേ കാണുള്ളൂ എന്ന്. സച്ചി പറയുന്നത്, ഹോട്ടലിൽ ഇവ മാത്രമേ ഉണ്ടാവും, മണ്ട. അപ്പോൾ ശ്രുതി, മണ്ടൻ നീയാ. ശ്രീകാന്ത് പറയാം, വന്ന ഉടനെ തുടങ്ങിയോ നിങ്ങൾ 2 പേരും? ഇതിനാണോ നിങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞേ? ഫസ്റ്റ് തന്നെ ശ്രീകാന്ത് സൂപ്പ് കൊണ്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കുന്നു, എന്താ ഇത് സൂപ്പ്? ശ്രുതി പറയാം, കണ്ടോ, ഇവൻ ഇതുപോലും അറിയില്ല. ഇവനെയാണോ നീ ഇവിടത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചത്? ഇവനൊക്കെ വല്ല റോഡ് സൈഡിലെ തട്ടുകടയെ പറ്റൂ. കുറച്ച് നാൾ മുമ്പ് റോഡ് സൈഡിലെ തട്ടുകടയിൽ നിന്നും പോലും ഫുഡ് കഴിക്കാൻ കഴിയാത്ത നീ എവിടെ നിന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് എന്ന് പറയണോടാ ഞാൻ? അതൊക്കെ നീ മറന്നോ? സച്ചി ചോദിക്കുകയാണ് ശ്രുതിയോട്. ശ്രീകാന്ത് പോയിട്ട് പറയാണ്, വീട് സച്ചിയേട്ടാ. അപ്പോൾ സച്ചി, നീ പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇവൻ്റെ മോന്ത കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കേണ്ട ഗതികേട് ഓർക്കുമ്പോഴാണ്. ഏട്ടാ, ഒന്നും മിണ്ടാതിരിക്കുക. പിന്നെ ശ്രീകാന്ത് പറയാണ്, എല്ലാവരും സൂപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്ക്. രേവതി ചോദിക്കുക, ഭക്ഷണത്തിന് മുമ്പാണോ സൂപ്പ് കഴിക്കേണ്ടത്? എൻ്റെ വീട്ടിൽ ജലദോഷം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആട്ടിൻ സൂപ്പ് വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ട്.
അത് കേട്ടപ്പോൾ ശ്രുതി ചിരിക്കുകയാണ്. എന്നിട്ട് ശ്രുതി പറയാ, അത് തള്ള്, സൂപ്പ് ആദ്യമായിട്ട് കാണാമായിരിക്കും. അപ്പോൾ സച്ചി ചോദിക്കുക, നിങ്ങൾ രണ്ടുപേരും ദിവസം സൂപ്പ് കൊണ്ടാണോ കുളിക്കുന്നത്? അപ്പോൾ ശ്രുതി, എടാ സച്ചി, ശ്രീകാന്ത് പറയാണ്, ഇപ്പം ഞാൻ എന്തെന്നില്ലാതെ സന്തോഷത്തിലാണ്, നിങ്ങൾ കഴിക്കേ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും വന്നത് കണ്ടോണോ? അപ്പോൾ ശ്രീകാന്ത്, നിങ്ങൾ രണ്ട് ഏട്ടത്തിമാർ വന്നതുകൊണ്ട്. ഇപ്പോഴാണ് അതൊരു വീടായത്. മുമ്പ് ഞങ്ങൾ ആണുങ്ങളുടെ വീടായിരുന്നു അത്. അമ്മ മാത്രമായിരുന്നു പെണ്ണ്. അപ്പോൾ സച്ചിയുടൻ, അവരെ പെണ്ണെന്ന് പറയാവോടാ? പിന്നെ ശ്രുതി പറയാണ്, ഒരു വലിയ കുടുംബത്തിലേക്ക് വരണമെന്നായിരുന്നു ആഗ്രഹം. ആൻറ്റി കാരണം അത് നടന്നു. പിന്നെ സച്ചി പറയാണ്, ഭക്ഷണം കഴിക്കാനാണോ ഇവിടേക്ക് വന്നത്, അല്ലെങ്കിൽ അമ്മയെ പുകഴ്ത്താനോ? രേവതി ചോദിക്കുക, ഈ സൂപ്പ് നീ ഉണ്ടാക്കിയതാണോ ശ്രീകാന്ത്? അല്ല, വേറെ ഷെഫ് ഉണ്ടാക്കിയതാ. ആ, ഞാനുണ്ടാക്കിയ ഐറ്റം ദേ വരുന്നു. ആ, ഇതൊക്കെ മാറ്റി എന്ന് പറഞ്ഞിട്ട് അവൻ ശ്രീകാന്ത് പറയാണ്, ഇത് പനീറിലുണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷാണ്, കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. സച്ചി സ്പൂണും ഫോർക്കൊക്കെ അവിടെ വെച്ചിട്ട് കൈകൊണ്ട് കഴിക്കുകയാണ്. രേവതി എങ്ങനെ തിന്നണോ, എങ്ങനെ അത് ഉപയോഗിക്കണമെന്നറിയാതെ കളിക്കുകയാണ്. ശ്രുതിയും കഴിച്ചിട്ട് പറയാണ്, ശ്രീ നന്നായിട്ടുണ്ട്. രേവതി കഴിക്കുന്ന കോലം കണ്ടിട്ട് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. സൂപ്പർ ശ്രീകാന്തേ, ആൻറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണോ നിനക്ക് ഇതൊക്കെ? അത് കേട്ട് സച്ചി പറയാണ്, അമ്മയുടെ കൈപ്പുണ്യം, നീ ചിരിപ്പിക്കാതെ. പിന്നെ ശ്രുതി പറയാണ്, ഇത്രയും നാൾ അമ്മ ഉണ്ടാക്കിയതല്ലേ നീ കഴിച്ചത്? എടാ, നല്ല സ്വാദുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നീ അതിനെക്കുറിച്ചൊന്നും ഓർമ്മിപ്പിക്കാതെ. ശ്രീകാന്ത് പറയാണ്, കഴിക്ക് ഏട്ടത്തി കഴിക്ക്. രേവതി കഴിക്കുന്നത് കണ്ട് ശ്രുതിയും ചിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിനും സച്ചിക്കൊക്കെ ഇത് മനസ്സിലായി. പിന്നെ സച്ചി പറയാണ്, രേവതി എന്തിനാണ് നമ്മൾക്ക് കൈ തന്നിട്ടുള്ളത്, അതെടുത്ത് കളാ, കൈ കൊണ്ട് കഴിക്ക്. ശ്രീകാന്ത് പറയാണ്, എന്താ ആരും ഒന്നും സംസാരിക്കാതെ, പഴക്കടിക്കരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, സ്നേഹത്തോടെ സന്തോഷത്തോടെ വല്ലതും പറയേ. പിന്നെ എന്തോന്ന് ഗെറ്റുഗദർ? അപ്പോൾ സച്ചി പറയാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോന്ന് സംസാരിക്കാനാടാ? എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് ഞാൻ സംസാരിച്ചു തുടങ്ങാം. രേവതിയെക്കുറിച്ച് കൂടുതലൊന്നും എനിക്കറിയില്ല. ശ്രുതി പറയാം, അത് തന്നെ ചോദിക്കാം. രേവതി, നിങ്ങളുടെ രണ്ടുപേരുടെയും വിവാഹം എങ്ങനെ നടന്നത്? എപ്പോഴാണ് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത്? നിങ്ങളുടെ ലവ് മാരേജ് ആണോ? ലവും ഇല്ല കീഴും ഇല്ല, ഇവനൊന്നും പറഞ്ഞില്ലേ? അപ്പോൾ അത് കേട്ടപ്പോൾ ശ്രുതിക്കൊരു കരപ്പും ജനപ്പും ഒക്കെ വന്നു. മറ്റുള്ളവരെക്കുറിച്ച് അതും ഇതൊക്കെ പറയും, എന്നാൽ അവനെക്കുറിച്ചൊന്നും പറയില്ല. ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം ഉറപ്പിച്ചിരുന്നു. അവൻ രേവതിയെയും ശ്രുതിയെയും കാണിച്ചിട്ട് പറയാണ്, ഇവൻ്റെ സമ്മതത്തോടെ തന്നെ. എന്നാൽ താലി കെട്ടേണ്ട സമയം ഇവൻ ഓടിപ്പോയി. റിട്ടയർഡ് ചെയ്യുമ്പോൾ അച്ഛന് കിട്ടിയ 50 ലക്ഷം രൂപയും കൊണ്ട് കടന്നു കളഞ്ഞു. കല്യാണ മണ്ഡപത്തിലിരുന്ന ഇവളുടെയും വീട്ടുകാരുടെയും സങ്കടം കണ്ട് അച്ഛനും അച്ഛമ്മയും ഇവളെ കെട്ടാൻ എന്നോട് പറഞ്ഞു. ഞാൻ കെട്ടി. അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ആലോചിച്ചതിന് ശേഷം ശ്രുതി പറയാണ്, ഓ, അപ്പോൾ സഹതാപ കല്യാണമായിരുന്നു അല്ലേ? അത് കേട്ടപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടി. അതിനുശേഷം ശ്രുതി വീണ്ടും പറയാണ്, പത്രത്തിലും ടി വിയിലൊക്കെ ഇതുപോലത്തെ സഹതാപ കല്യാണം കാണാറുണ്ട്. പെണ്ണിനെ ഇഷ്ടപ്പെടാത്തത് കാരണം ചെറുക്കൻ ഓടിപ്പോയി. വിവാഹം മുടങ്ങി പോകാതിരിക്കാൻ പെണ്ണിനെ കൊണ്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരുത്തനെ കൊണ്ട് കെട്ടിച്ചു എന്നൊക്കെ. ഇവിടെയും അതാ നടന്നത് അല്ലേ? അപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ശ്രുതി പറയാണ്, അതേ ശ്രുതി, ഇവരുടേത് സഹതാപ കല്യാണം. പിന്നെ അവൻ സച്ചിയെ നോക്കി ഇങ്ങനെ തലയാട്ടി ചിരിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ദേഷ്യം പിടിച്ചു. സച്ചി പറയാണ്, ചിരിക്കുന്നോടാ നീ? ഇവളെയും ഒരു കുടുംബത്തെയും ചതിച്ച് ഓടിപ്പോയവനാ നീ. ഇവളെ കരയിപ്പിച്ചവൻ. അല്പമെങ്കിലും മനസാക്ഷിയുണ്ടെങ്കിൽ നീ അങ്ങനെ ചെയ്യുമോ? ശ്രുതി ചതിച്ചത് എന്നെയാ. ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് എന്നെ എല്ലാവരും നിർബന്ധിച്ചു. ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതാ. ഇതൊന്നും അങ്ങനെ അത്ര വലിയ വിഷയമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ശ്രുതി പറയാണ്, അതാ ഞാൻ നിന്നോട് പറയാതിരുന്നത്. എനിക്ക് മനസ്സിലാവും ശ്രുതി, ഇത് വലിയ കാര്യമൊന്നുമല്ല. മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ എങ്ങനെ വിവാഹം കഴിക്കും? അപ്പോൾ ശ്രുതിയും കറക്റ്റ്. ശ്രുതിയെ നോക്കിയിട്ട് ശ്രീകാന്ത് പറയാണ്, ഏർത്തി ഒന്ന്. പിന്നെ ശ്രുതി തുടങ്ങി, എല്ലാത്തിനും കാരണം ഞങ്ങളുടെ അച്ഛനാ. അച്ഛനെ പറഞ്ഞാൽ മതിയല്ലോ. റിട്ടയർഡ് ചെയ്തപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് അദ്ദേഹം എന്നെ ലോക്ക് ചെയ്തു. രേവതിയെ വിവാഹം കഴിച്ചാൽ കാശ് തരാമെന്ന് പറഞ്ഞോ? എനിക്കിഷ്ടമില്ലായിരുന്നു രേവതിയെ വിവാഹം കഴിക്കാൻ. അച്ഛൻ നിർബന്ധിച്ചു. കാശ് കാണിച്ചിട്ട് എന്നെ മയക്കി. അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ഓക്കെ പറയേണ്ടി വന്നു. അത് കാരണം പിന്നീട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായെന്ന് അറിയോ? എല്ലാത്തിനും കാരണം ഞങ്ങളുടെ അച്ഛനാ. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ എന്നോടിങ്ങനെ പറയോ? ഇതൊക്കെ കേട്ട് രേവതിക്ക് സങ്കടവും കരച്ചിലും വന്നു. അപ്പോൾ സച്ചി പറയാണ്, ശ്രീകാന്തേ, അവനോട് മിണ്ടാതിരിക്കാൻ പറയും. ഏട്ടാ, സംസാരം നിർത്ത്, കഴിക്കാൻ നോക്ക്. എന്താ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ശ്രുതി, എൻ്റെ അച്ഛന് ബുദ്ധിയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള നോളജും ഇല്ല. എന്ത് ചെയ്യാനാ? അറിവില്ലാത്ത എൻ്റെ അച്ഛനെ പോലുള്ള ആളുകളുടെ കയ്യിലാണ് പണം.
മുഴുവനും വന്നു ചേരുന്നത്. എൻ്റെ ലൈഫ് സ്പോയിലാവാൻ കാരണം തന്നെ എൻ്റെ അച്ഛനാണ്. ഇതൊക്കെ കേട്ട് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ആ പണം എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ തന്നെ കാരണം ഞങ്ങളുടെ അച്ഛനാണ്. എൻ്റെ അമ്മ പാവം, ഇതുപോലെ ഒരാളെ കിട്ടിയത് കാരണം എൻ്റെ അമ്മയുടെ ജീവിതവും പോയി. ഒന്നിനും കൊള്ളാത്ത ഒരാളാണ് ഞങ്ങളുടെ അച്ഛൻ. സച്ചി എണീറ്റു. എന്താടാ നീ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് പറഞ്ഞേ? രണ്ടുപേരും പിന്നെ നല്ല അടിയായി. രണ്ട് ഭാഗത്തു നിന്ന് ശ്രുതിയും രേവതിയും പിടിച്ചു വെക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും അവരെ കിട്ടിയില്ല. നീ എന്താടാ ഞങ്ങളുടെ അച്ഛനെക്കുറിച്ച് പറയുന്നത്? എന്താടാ നീ അച്ഛനെ പറയുന്നത്? അച്ഛനെ പറ്റിച്ച് കാശ് മുഴുവൻ വാങ്ങിച്ചിട്ട് തൊലച്ചു, എന്നിട്ട് വീണ്ടും അച്ഛനെ തന്നെ കുറ്റപ്പെടുത്തുക. അപ്പോൾ ശ്രുതി പറയാണ്, അതെ, എല്ലാത്തിനും കാരണം അച്ഛനാണ്. രണ്ട് ഭാഗത്തുനിന്നും രണ്ടുപേരും പിടിച്ച് മാറ്റി. എന്നിട്ട് ശ്രുതി ചോദിക്കുകയാണ്, സച്ചി, വാട്ട് ഈസ് ദിസ്? നിങ്ങൾ തീരെ മനസ്സിലെ ബിഹേവ് യുവർ സെൽഫ്. എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ഇവനെ ഇത്രയും വളർത്തിയത് അച്ഛനല്ലേ, പഠിപ്പിച്ചത് ഇവനെ അച്ഛനല്ലേ, ഇവനെ എല്ലാം ചെയ്യേണ്ടതൊക്കെ ചെയ്തു വെച്ചിട്ട് അച്ഛനെ കുറ്റം പറയുന്നു. പിന്നെ ശ്രുതി പറയാണ്, ദേ, എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിനെ അപമാനിക്കരുത്. പൊതുസ്ഥലത്ത് വെച്ച് എങ്ങനെ പെരുമാറണമെന്ന് നിനക്കറിയില്ല. അപ്പോൾ രേവതി പറയാണ്, അത് നീ നിൻ്റെ ഹസ്ബൻഡിനോട് പോയി പറയും. അയാളെ പറഞ്ഞ് പഠിപ്പിക്ക്. എന്തൊക്കെയാണ് അയാൾ അച്ഛനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത്? അങ്ങനെ ശ്രീകാന്ത് രണ്ടുപേരെയും രണ്ട് വഴിക്കേക്ക് പിടിച്ച് മാറ്റി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും see you all.